ഞങ്ങളുടെ നിലപാട് ശംസുൽ ഉലമയുടെ നിലപാടാണെന്ന് അവിടെ പറഞ്ഞില്ലേ? ഞങ്ങളുമായി ബന്ധപ്പെട്ട് 2013 മുതൽ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ മശായിഖിന് എവിടെയെങ്കിലും ഒരു വാദം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിനെതിരുണ്ടോ? ഇതുവരെ കൊണ്ടുവരാൻ കഴിഞ്ഞ ഞങ്ങൾക്ക്? നിങ്ങൾ എന്തൊക്കെ ഉടായിപ്പ് ഇറക്കി നോക്കി? ജോൺസന്മാരുടെ അടുത്തേക്ക് പോകുന്ന ആളാണ്. തെളിവേടെ എന്ന് ചോദിച്ചു, ഒരു തെളിവില്ല. പലതും കൊടുത്തു നോക്കി, ഒക്കെ ബാത്തിലായി. ലാസ്റ്റ് കക്കാട് ഫൈസിന്റെ വിവാദം വന്നു, നിങ്ങൾക്ക് മിണ്ടാൻ കഴിഞ്ഞോ? അതേപോലെ തന്നെ സൂഫി ബോർഡുമായി ബന്ധപ്പെട്ട് ഒന്നും നമ്മൾക്ക് നേരിട്ടില്ല, ഇവിടെ വന്നോലെ പ്രശ്നമാണ്. അതെന്നെ നിലനിന്നോ? ലാസ്റ്റ് നിങ്ങളെ തലയിലല്ലേ വീണത്? ലാസ്റ്റ് നിങ്ങളെ തലയിലല്ലേ സൂഫി ബോർഡ് വന്ന് വീണ്? ഇന്ന് CH മുസ്തഫ നേരെ നിങ്ങളെ തലയ്ക്ക് വീകാൻ പോവാ. അങ്ങനെ നിങ്ങൾ വിടൂല. അതാ പറഞ്ഞത്, നിങ്ങൾക്ക് ഒന്നു മാത്രമല്ല, അത് ആത്മബലാണ്. CH മുസ്തഫനെ കുറിച്ച് ഇനി നിങ്ങൾ പറഞ്ഞിട്ടോ ഒരുപാട്, ഒക്കെ നിങ്ങൾ അക്കൗണ്ടിലേക്ക് വരാൻ പോവാണ്. മടവൂർ കോട്ടയിലൊക്കെ പിന്നെ വന്നത് അതിന് മുമ്പ് പോയ സ്ഥലമുണ്ട്, അതാ അവിടെ പറയാൻ പോണത്. നിങ്ങളെ വിടാവോ നിങ്ങൾ? അതവിടെ അതോടെ ഏറ്റവും പേച്ചാളാന്നല്ലേ പറഞ്ഞു വെച്ച്, കറക്റ്റാവും. അപ്പോൾ നിങ്ങൾ എത്ര പറയുന്നോ അത്ര നിങ്ങളെ തലയ്ക്ക് തന്നെ വരും. ഞങ്ങളെ നിലപാട് ഞങ്ങൾ കർശനമായിട്ട് പറയും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മശായിഖന്മാരാണ് ഞങ്ങൾക്കെല്ലാം. അതാ ഞാൻ പറഞ്ഞ്, നിങ്ങളെ പ്രമേയം അനുസരിച്ച് നീങ്ങണോലല്ല നിങ്ങൾ. വ്യാജ സമസ്തക്കാരോടാ പറഞ്ഞു, നിങ്ങളെ പ്രമേയം അനുസരിച്ച് നീങ്ങണോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ വെക്കാൻ പറ്റും നമുക്ക്. നിങ്ങൾ വിട്ടിക്കണമെന്നല്ലേ പറഞ്ഞു, ഞങ്ങൾ ഒട്ടിയല്ലേ നിൽക്കണത്. അപ്പോൾ തന്നെ പോയില്ലത്. അപ്പം നിങ്ങൾക്ക് ഈ വിഷയത്തിലൊന്നൊരു കഥയില്ല, വെറുതെ നിങ്ങൾ വഷളാകാൻ വേണ്ടി വരണ്ട. മറ്റേ ചങ്ങായി ഓടിയമാതിരി നിങ്ങൾ പോടേണ്ടി വരും. അപ്പം അതുകൊണ്ട് എന്താ ഇപ്പം ഈ വിഷയത്തിലും സംഭവിച്ചത്? ഈ വിഷയത്തിലാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം അതിൻ്റെ ഇടയ്ക്ക് പറയേണ്ട. ഹയ്യുൽ ഖയ്യൂമാണ് മടവൂര് ശൈഖുനാൻ ഒരു പാട്ട് പാടിയത്. അപ്പം നമ്മളത് വിശദീകരിച്ച് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഇബ്ലീസ് മൗലവി വന്നിട്ട് പറഞ്ഞിരുന്നത്, ഹയ്യുൽ ഖയ്യൂമാണെന്ന് മടവൂരിനെ കുറിച്ച് പറയാൻ പാടില്ല റളിയല്ലാഹു അൻഹു, അത് റസൂലിന് മാത്രമുള്ളതാണ്. പെരുമ്പൊട്ടനായി. കാരണം അള്ളാഹ്ക്കുള്ള സിഫത്ത് എങ്ങനെ റസൂലിന് പറ്റുമോ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറ്റുമെങ്കിലേ മടവൂര് ശൈഖുനാക്കും പറ്റുമല്ലോ. അപ്പോൾ അതൊരിക്കൽ അതിൻ്റെ ഇടയ്ക്കൊന്ന് പറഞ്ഞാണ്, ഞാൻ അതിലേക്ക് പോകണില്ല. വേണ്ടി വന്നാൽ അയാൾ വരട്ടെ, അപ്പം ബാക്കി തുടരാം. വരുമെന്നാണ് ഞങ്ങളെ പ്രതീക്ഷ. കാരണം അത്രയും സെറ്റപ്പ് നിങ്ങൾക്ക് ഉണ്ടല്ലോ. നിങ്ങളെന്തായാലും വരും, രാവിലെ തന്നെ വരണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളുടെ സ്റ്റുഡിയോ എപ്പോഴും ഇവിടെ റെഡിയാണ്. ഏത് സമയത്ത് നിങ്ങൾ വന്നാലും അന്ന് തന്നെ അല്ലെങ്കിൽ അതിനെ പിറ്റേന്ന്, യാത്രയിലാണെങ്കിൽ 2 ദിവസം വൈകുന്നേ ഉള്ളൂ, മറുപടി എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അതാണ് പെരുന്നാളിൻ്റെ അന്ന് ഇയാൾ വന്ന്, നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് തന്നെയല്ലേ മറുപടി കൊടുത്ത്. ഉളുഹിയ്യത്ത് അറുത്തിട്ട് പിന്നെ പല അറുക്കാനാണ് പോയത്. 2ാമത്തെ അറിവ് AP സമസ്തനായിരുന്നു. ചില അറിവ് അപ്പം തന്നെ നടത്തേണ്ടി വരും. കാരണം അയ്യൂമത്തെ ശരി കഴിഞ്ഞിട്ട് പിന്നെ അത് അറുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഇവിടെ ഈ CH മുസ്തഫ എന്ന് പറഞ്ഞ മൗലവിയായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. ഞങ്ങളങ്ങനെ ബന്ധപ്പെടാറുമില്ല. അത് ഇപ്പം ലാസ്റ്റ് മൂപ്പരൊരു അഭിമുഖം വന്നല്ലോ. CH മുസ്തഫ മൗലവി പറഞ്ഞ സ്വഭാവത്തിലൊക്കെ ബലക്കാൾ എത്രയോ ബെസ്റ്റായിട്ട് ആൾ, വളരെ മാന്യമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ബലി പറഞ്ഞ ഗുണ്ടായുസം, ചാനൽ പൂട്ടൽ, എന്തെല്ലാം സംഭവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ അഭിമുഖത്തിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ബൽക്കെതിരാണ്. A മുതൽ Z വരെ ബല അങ്ങോട്ട് ശരിയാക്കിന്. എന്നിട്ട് ഇവൻ ഉദ്ദേശിച്ചൊരു പോയിന്റ് ഉണ്ടായിരുന്നു. എന്താ, നമ്മൾ ഉള്ളാളത്തുനിന്ന് പറഞ്ഞതിനെതിരാണ് മുസ്തഫ മൗലവി പറഞ്ഞത് എന്ന് വരുത്തി തീർക്കണം. അതിനു വേണ്ടിയാണ് ഇവർ ഉറക്കുവെച്ചിരുന്നിരുന്നത്. അപ്പോൾ ഏതോ ഒരു പോയിന്റിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് കിട്ടി. അത് മാത്രം കേട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇതാ പൊളിഞ്ഞിരിക്കുന്നു. എന്ത് പൊളിയാൻ? അങ്ങനെ പൊളിക്കാൻ പറ്റിയൊരു മുതലപ്പുറത്ത് വേണ്ട കൂട്ടരെ. എന്താ, അദ്ദേഹം തന്നെ കൃത്യമായി പറഞ്ഞു, കുരുവട്ടൂരുമായി എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല. അതതിലില്ലേ അഭിമുഖത്തിൽ? എന്താ നിങ്ങൾ പുറത്തു വിടാത്ത? അദ്ദേഹം പറയട്ടെ ആ അഭിമുഖത്തിൽ നിന്ന്. ഞാനും ആ വിവാദങ്ങൾ ശ്രദ്ധിച്ചു. യഥാർത്ഥത്തിൽ കുരുവട്ടൂരിൽ ഞാൻ പോവുകയോ അവിടുത്തെ ആസ്ഥാനം സന്ദർശിക്കുകയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള യഹ്യൽ ബുഖാരി പോവുകയോ അവിടെ ആസ്ഥാനത്ത് വരികയോ ഒന്നും ഇതുവരെ മൂപ്പര് ചെയ്തിട്ടില്ല. ഉള്ളതാ പണ്ട് ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യം കറക്റ്റ് ചെയ്യാൻ. ഇനി എന്നെ സംബന്ധിച്ച് പറയുന്നത്, നമ്മളെന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടുണ്ടോ? ഹക്കീം അസേരായിട്ടുള്ള ബന്ധം ഞാൻ പൊളിക്കാൻ പോവാണ്. ഇപ്പോൾ നിങ്ങളെ നോളേജ് സിറ്റിയിൽ വന്ന സംഭവം കൂടെ കൊണ്ടുവരാൻ പോവാണ്.
അതാ പറഞ്ഞു നിങ്ങൾ പരമാവധി മൂപ്പരെ കുറിച്ച് പെച്ചാന്ന് പറയുന്നത് നിങ്ങളെ തലിക്കാൻ ഇട്ടരായി. അത് ഒന്ന് തുടങ്ങാൻ പോവാണ്. ഇതേപോലെ ഒരു കണ്ണത്തിന് ഒരാൾ വന്ന അസുഖമാണ്, വകതിരിവില്ലാത്ത നമുക്ക് എളുപ്പമായി സംഗതി. അപ്പോൾ ഏതായാലും ഞാനുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം പറയുന്ന കേട്ടോളി. അപ്പോൾ താങ്കൾ നൗഷാദ് ഹസനിയെ കണ്ടിട്ടില്ല? നൗഷാദ് ഹസനിയെ മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അന്ന് ഞാൻ കണ്ടു, അന്ന് അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു. മുമ്പേ അറിയാമായിരുന്നു? മുമ്പേ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തെ എന്നെ അദ്ദേഹത്തിനൊക്കെ അറിയാം. എന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയോ കാണുകയോ ഫോൺ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ അവിചാരിതമായിട്ടാണ് ഞങ്ങൾ അന്ന് കണ്ടത്. കണ്ടപ്പോ നമ്മൾ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടുമില്ല, ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് അതിന്റെ പണിയല്ല. ഞങ്ങളതിനെ കുറിച്ച് പഠനം നടത്തും. കേരളത്തിൽ ഏത് പഴച്ച വാദം വരുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കും എന്നല്ലാതെ ഇവരായിട്ടുള്ള ഒരു ബന്ധവും നമുക്ക് ആർക്കില്ല. പിന്നെ മടവൂർ കോട്ടയിൽ എങ്ങനെ എത്തി, അതാണുള്ള വിഷയം. അതിന് പുതുതായി ഒന്നും പറയേണ്ടതില്ല. എന്താണ് അതിൻ്റെ നിലപാടെന്ന് മംഗലാപുരത്ത് പറഞ്ഞതാണ് ഇന്നും പറയാനുള്ളത്. മംഗലാപുരത്ത് ഞങ്ങൾ അതിനെ പറഞ്ഞത് 3 പോയിന്റിലാണ്. ആ 3 പോയിന്റ് ഇവിടെയും ആവർത്തിക്കുന്നു. അതിനെതിരായി മുസ്തഫ മൗലവിയുടെ അഭിമുഖത്തിൽ ഒന്നുമില്ല. ഒന്നാമതായി ഞങ്ങൾ പറഞ്ഞത് ഒരു പൊതുവായ കാര്യമാണ്. അതേതാ? മശായിഖിന്റെ ഹലറത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഓഫീസല്ല. മനസ്സിലായില്ലേ? മർക്കസിന്റെ ഓഫീസും നോളേജ് സിറ്റിയിലെ ദായിന്റെ ഓഫീസും അല്ല മശായിഖിന്റെ കേന്ദ്രങ്ങൾ. മശായിഖന്മാരെ കേന്ദ്രത്തിൽ ആളുകൾ പല ആവശ്യത്തിന് വരും. അതില് പ്രത്യേകിച്ച് മടവൂർ കോട്ടയുടെ പേര് തന്നെ എന്താണെന്നറിയോ? മടവൂർ കോട്ട മനുഷ്യ സ്നേഹ ആധ്യാത്മിക സത്യസനാതന കേന്ദ്രം എന്നാണ്. സത്യസനാതന കേന്ദ്രം, മനുഷ്യ സ്നേഹ എന്നാണ്, മനുഷ്യനാകാന്നുള്ളതാണ് സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങളുടെ മാനദണ്ഡം തന്നെ. അപ്പോൾ അവിടെ ഹൈന്ദവ സഹോദരങ്ങൾ വരും, മതമില്ലാത്തവർ വരും, എല്ലാവരും വരും. പ്രത്യേകിച്ച് അവിടെ ചിലപ്പോൾ നമ്മൾ തെറ്റുകാരായി കണ്ടോലൊക്കെ അവിടെ ഉണ്ടാവും. എന്തിനാ ഓല് വരുന്നതെന്ന് ഒറ്റയടിക്ക് തീരുമാനം പറയാൻ പറ്റില്ല. കാരണം എന്താ? ഇപ്പം മർക്കസിൽ ഒരു തെബിലി കണ്ട എന്തായാലും പറയാം അത് തെറ്റാണ്. നിങ്ങളെ പ്രമേയം അനുസരിച്ച് തന്നെ. നിങ്ങളാളവിടെ വലിയ പറഞ്ഞ് വിദേഹത്തിനെ കാണാൻ പാടില്ല എന്നൊക്കെ പേസാക്കിയത് അതനുസരിച്ച് തന്നെ തെറ്റാ. കാരണം നിങ്ങളെ ഹലറത്തിൽ നന്നാൻ വരുന്ന സംഭവമല്ല. കാരണം നിങ്ങൾ തന്നെ കേടായി കിടക്കുകയാണ്, നിങ്ങൾ തന്നെ ഏറ്റവും പേച്ച് കിടക്കുകയാണ്. പേച്ചോടത്തേക്ക് പിന്നെ നന്നാകാൻ ആരെയും പോയി കഴിയുമ്പോൾ നിങ്ങളെന്താ ഈ പറയണത്? എന്തിനാ നിങ്ങൾ? അപ്പം രണ്ടും ഒന്നായി കാണരുത് എന്ന് ആദ്യം പഠിപ്പിച്ചു തന്നു. അതായത് ഒരു മുബത്തദിയോ ഒരു പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആളോ പ്രത്യേകിച്ച് മടവൂർ കോട്ട പോലെയുള്ള ഒരു ആധ്യാത്മിക കേന്ദ്രത്തിൽ കണ്ടാൽ ആ കാണുന്നതിനെ നിങ്ങളുടെ ഓഫീസിൽ കണ്ടതുപോലെ വിലയിരുത്തത്. പിന്നെ അവരെ സങ്കടം പറയാമെന്നതാകും, അവർ ഖേദിച്ചു മടങ്ങാൻ വേണ്ടി തൗബ ചെയ്യാൻ വേണ്ടി വന്നതാകാം. അത് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. അവരുടെ കേന്ദ്രം അതിനുള്ളതാണ്. അതാ ഞാൻ ഉദാഹരണം പറഞ്ഞത്. ഹബീബായ മുത്തു റസൂൽ റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ ഏതൊക്കെ സാധനങ്ങൾ വന്നു? നന്നാകാനാ വന്ന്, ചിലർ നന്നാകാൻ പറഞ്ഞ് പരീക്ഷിക്കാനാ വന്ന്. തെറ്റ് ചെയ്തവരവിടെ പോകണമെന്ന വലവുന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക. തെറ്റ് ചെയ്തവർ അങ്ങയുടെ സമീപത്ത് വരണം. ഈ കാന്ന് പറഞ്ഞെടുത്ത് മുഫസ്സിരീങ്ങൾ എഴുതി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാരിസീങ്ങളാകുമ്പോൾ അവരെടുത്ത് പോണം. തെറ്റ് ചെയ്താൽ ആ കാലത്ത് ആരാണോ അസ്ഹാബുൽ വഖ്ത് ഓലെടുത്ത് പോണം. ഓലിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലണം. എടുത്തു നോക്ക് ബഹ്റുൽ മദീദ് പോലെയുള്ള തഫ്സീറുകൾ. അപ്പൊ ദോഷികൾ അവിടെ വരും, ബിദ്അത്തുകാർ വരും. ഓലൊക്കെ വന്നത് തൗബ ചെയ്യാൻ വേണ്ടി ഓല അംഗീകരിച്ചു വരും. തൗബന്റെ ആദ്യത്തെ പോയിന്റ് ഏതാണെന്നറിയോ? അവരെ അംഗീകരിക്കുക എന്നുള്ളതാണ്, അവരോടൊപ്പം ചേരുക എന്നുള്ളതാണ് ആദ്യത്തെ തൗബയുടെ സ്റ്റെപ്പ്. പിന്നെ ബാക്കി ശരിയാക്കാണ്ടാവും ചിലത്. അഹ്ലി കിതാബായ ആളുകൾ ഉണ്ടാവും, തൗറാത്തൊക്കെ പഠിച്ച ആളുകൾ. അവരാരെടുത്ത് വരും? മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ അംഗീകരിച്ച്, അതാണ് ഫസ്റ്റ് പോയിന്റ്. അംഗീകരിച്ചുകൊണ്ട് വന്നാൽ അവിടെ ആദരിച്ചിരുത്തും. പിന്നെ ഒരുപാട് കാര്യം അവരിലുണ്ടാവും. അതുകൊണ്ടാണ് പിന്നെ അള്ളാഹ്ക്ക് ആയത്ത് വരെ ഇറക്കേണ്ടി വന്നു. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ. അഹ്ലി കിതാബിൽ നിന്ന് റസൂലിന്റെ അടുത്ത് വന്ന
അഹ്ലി കിതാബീങ്ങളായ മൗലവിമാരെ പൂർണ്ണമായി ദീനിലേക്ക് വരണം. ഇതൊക്കെ ഇവിടെ നടന്നതല്ലേ? അപ്പൊ രണ്ടും ഒന്നല്ല. അവിടെ എല്ലാവരും വരും, നന്നാകാൻ വരുന്ന സ്ഥലമാണത്. നന്നാകുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അവരംഗീകരിച്ചു വരലാണ്. ഇതല്ലേ നമ്മളവിടെ പറഞ്ഞ് പറഞ്ഞൊന്ന് കേൾപ്പിച്ചു കൊടുക്കുക. ഒന്നാമത്തെ പോയിന്റ്, നിങ്ങളെന്തോ ഒരു പ്രമേയം ഉണ്ടാക്കിയിട്ട് അതിൽ നടക്കുന്നവരാ ഞങ്ങള്. മശായിഖിന്റെ ഹദറത്തിനെ കുറിച്ച് ആദ്യം പഠിക്ക്. മശായിഖിന്റെ ഹദറത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥലം. പ്രത്യേകിച്ച് സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങൾ. നമ്മൾ അവിടെ ഇന്നലെ ഷാദുലിക്ക് വന്നതാ. ഷാദുലിക്ക് അവിടെ വരുന്നു, അവിടുത്തെ മജ്‌ലിസിൽ വരുന്നു, എല്ലാരും വരും. ഹൈന്ദവ മതക്കാർ വരും, ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവർ വരും, പലരും വരും. തങ്ങളെ വിശ്വാസമുള്ളവരൊക്കെ വരും. തങ്ങളെ വിശ്വാസമുള്ളവര് വന്ന് തൗബ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഏത്? സയ്യിദ് യഹിയൽ ബുഖാരി. അതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ആളുകളെ ഒറ്റ നോട്ടത്തിൽ വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് എതിര് പറയാൻ പറ്റില്ല. അതാണ് ആദ്യത്തെ പോയിന്റ്. ഓൽക്കും വരാൻ ഒരു സ്ഥലം വേണ്ടേ? സർക്കസ് കൂടാരത്തിൽ വന്നിട്ട് കാര്യമുണ്ടോ? അതിന് ഒരു കാര്യമില്ല. എല്ലാം കൂടി നാസാവും അല്ലുണ്ടായാല്. ഇനി രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു. ഇനി വന്ന ആളെ കുറിച്ച് പറയാം. വന്ന ആളാരാ? മുസ്തഫ മൗലവി അല്ലേ? അയാൾ എങ്ങനെ വന്നു? നമ്മൾ പറഞ്ഞു അയാൾ വിശ്വസിച്ചു കൊണ്ടുവന്നു. ആരെ വിശ്വസിച്ചു കൊണ്ടുവന്നു? തങ്ങളവറുകളെ. തങ്ങളവരെ കുറിച്ച് എന്താ വിശ്വസിച്ചത്? മഹാനരായ സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങൾ ഒരാത്മീയ നേതാവാണ്. അവർ പറയുന്ന വാക്കുകൾ സാധാരണ വാക്കുകളല്ല. അവർ അല്ലാഹുവിൻ്റെ ഒരു ആരിഫാണ് എന്ന് വിശ്വസിച്ചു കൊണ്ടുവന്നു. ഇതാണ് ഫസ്റ്റ് ഉണ്ടാകേണ്ട ആദ്യത്തെ പോയിന്റാണത്. അങ്ങനെ വിശ്വസിച്ചു കൊണ്ട് വന്നാൽ അവരെ സ്വീകരിക്കും. അല്ലാത്തോലും വന്നാൽ തന്നെ സ്വീകരിക്കുന്ന ആളാണ് യഹിയൽ ബുഖാരി തങ്ങൾ. അപ്പൊ വിശ്വസിച്ചു കൊണ്ട് വന്നാലോ സ്വീകരിക്കും. അത് ഏത് തെറ്റുകാരനും വരാ. അതല്ലേ രണ്ടാമത് നമ്മൾ പറഞ്ഞ പോയിന്റ്. ആ പോയിന്റ് ഒന്ന് കളിപ്പിച്ചു കൊടുക്ക്. ഒരാളോട് എനിക്ക് തങ്ങളവറുകളെ ഒന്ന് കാണണം. സയ്യിദ് യഹിയൽ ബുഖാരി ആത്മീയമായി ഇന്ന് കേരളത്തിൽ നേതൃത്വം നൽകുന്ന വലിയൊരു സയ്യിദാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സയ്യിദ് അവറുകളെ ഒന്ന് കാണണം, അവരെ കൈയൊന്ന് പിടിക്കണം എന്ന് ഒരാൾ ആവശ്യപ്പെട്ടാൽ തീർച്ചയായും അത് നിരാകരിക്കുന്ന ആളല്ല ആര്? ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. നിങ്ങൾക്കും പരീക്ഷിച്ചു നോക്കാം. അപ്പൊ സാക്ഷാൽ പേരോട് തന്നെ എടുക്കുക. പേരോടാളപ്പോ ഇയാളെക്കാട്ടും പേച്ചോ അയാള്, തർക്കമൊന്നുമില്ല. മുസ്തഫ ആയാലും ഒക്കെ മൂപ്പര് ഇന്നലെ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടില്ലേ? അടിസ്ഥാനം മശായിഖാണ്. മശായിഖ് പറഞ്ഞിടത്ത് നിൽക്കണം. അത് ഉസ്താദുമാരല്ല. നമുക്കൊരു ആത്മീയ ഗുരു വേണം. ഇതല്ലേ നിലപാടെ പ്രസംഗിച്ച്. ഈ വാദത്തിൽ പോലും എത്തിയിട്ടില്ല പേരോടും ഹക്കീമൊന്നും. അപ്പൊ ഞങ്ങളാ ഒരു തെളിവും കൂടിയായി നമ്മളിവിടെ പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമാണ് നമ്മളവിടെ പറഞ്ഞ്. ഇനി അയാൾ അഭിമുഖം വന്നല്ലോ. മുസ്തഫ മൗലവിന്റെ അഭിമുഖം വന്നപ്പോ നമ്മൾ പറഞ്ഞതിനോട് എതിരെ അയാൾ നമ്മൾ പറഞ്ഞ കറക്റ്റാ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു യഹിയൽ ബുഖാരി തങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാട്. ആ നിലപാട് എന്താ നിങ്ങൾ കേൾപ്പിക്കാത്ത? ഒരൊറ്റൊന്നും കേൾപ്പിട്ടില്ല. അത് പറഞ്ഞാൽ അത് പൊളിഞ്ഞില്ലേ? ഇപ്പൊ മുജാഹിദ് ബാലുശ്ശേരി പറയാണ് സയ്യിദ് അവറുകൾ ആത്മീയ നേതാവായി ആരിഫായി കണ്ട ആളാണ് ഞാൻ വരികയാണ് പറഞ്ഞാൽ ഓ വന്നോട്ടേ എന്നേ പറയുള്ളൂ. അതാ ഫസ്റ്റ് സ്റ്റെപ്പ്. അവിടുന്ന് ആ തൗബ തുടങ്ങുന്നത്. ബാക്കി കാര്യം അവിടെ നിന്ന് പറയാനല്ലേ ഉള്ളൂ. ഇപ്പൊ ഷെയ്ഖുനാനെ കുറിച്ച് ഒരാൾ പറയാണ് ഞാൻ അവിടുത്തെ അള്ളാഹുവിൻ്റെ വലിയായി ആരിഫായി മഹാനായി കാണുന്നു. പറയുന്നത് ആരോ ആകട്ടെ, അതല്ലേ ഫസ്റ്റ് പോയിന്റ്. അത് ഇയാൾ കൃത്യമായി പറയുന്നുണ്ട്. പറഞ്ഞും ചെയ്തു, എഴുതിയും ചെയ്തു, രണ്ടും ചെയ്തിട്ടുണ്ട്. ഇതല്ലേ ഞങ്ങൾ മംഗലാപുരത്തെന്ന് പറഞ്ഞ് അദ്ദേഹം അംഗീകരിച്ചുകൊണ്ട് വന്നതാണ്. അതിനെ സ്ഥിരീകരിക്കുന്ന അഭിമുഖമെന്ന് നിങ്ങളാ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റിയ മാത്രം വിട്ടാൽ നിങ്ങൾ രക്ഷപ്പെടുന്ന മനസ്സിലായത്. ഒന്ന് വെച്ചുകൊടുക്ക് പറയട്ടെ. അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ നിന്ന് തന്നെ പറഞ്ഞോട്ടെ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. യഹിയൽ ബുഖാരി തങ്ങളെ ഞാൻ നേരിട്ട് കാണുന്നത് ഈ സന്ദർശനത്തോടു കൂടിയാണ്. എനിക്ക് മനസ്സിലായ ഒരു വസ്തുത അദ്ദേഹം വളരെ ആഴമുള്ള ഒരു മാരിഫത്തിന്റെ വക്താവാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോന്നും വളരെ അടിയുറച്ച ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. വെറുതെ ഒരു വിടുവർത്തമാനം പറയുകയല്ല.
അദ്ദേഹം ജ്ഞാനിയാണ്, അതോടൊപ്പം തന്നെ ഒരു ഉൾവെളിച്ചമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലും നമുക്കത് വ്യക്തമാണ്. വെറുതെ ഒരാൾ പറയേണ്ടത് ഉൾവെളിച്ചമുള്ള ആളാണ്, വെറുതെ പറയുന്ന ആളല്ല, ജ്ഞാനിയാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്ക്. മുസ്തഫ മൗലവിന്റെ പോസ്റ്റ് ഉണ്ടല്ലോ FB-യിൽ. ജൂൺ 1 ഞായറാഴ്ച കാസർഗോഡ് സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങളെ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തി എന്നിങ്ങനെ പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആരിഫീങ്ങളിൽ പ്രധാനിയാണ് തങ്ങൾ. ഇതല്ലേ ഫസ്റ്റ് പോയിന്റ്. അള്ളാന്റെ റസൂലിന്റെ അടുത്ത് ഒരാൾ വരുമ്പോൾ ആദ്യം എന്താ പറയേണ്ടി? മുഹമ്മദ് റസൂലുള്ളയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയക്ക് വരാലോ, പിന്നെ അയക്ക് പ്രശ്നങ്ങളുണ്ടോ പിന്നീട് പരിഹരിക്കാലോ, ഇല്ലെങ്കിൽ ആളെ തള്ളാലോ. ഇതേപോലെ ഒരു വലിയന്റെ ഒരു മശായിഖിന്റെ അടുത്ത് വരുമ്പോ ആദ്യത്തെ അംഗീകാരം എന്താ? ഞാൻ ഈ ചെല്ലുന്ന ആൾ അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട ആളാ, ഉൾവെളിച്ചമുള്ള ആളാ, ജ്ഞാനിയാണ്, സൂഫി വര്യനാണ്, മഹാനാണ്. അവരെ വാക്കുകൾ വെറുതെ അല്ല, അവർ പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള വാക്കുകളാണ്. ഇതല്ലേ ഒരാൾക്ക് വേണ്ടത്? അങ്ങനെയുള്ള ഒരാളെ തങ്ങൾക്ക് സ്വീകരിക്കാം. അതാ ഞങ്ങൾ പറഞ്ഞ്. അത് അദ്ദേഹം എഴുതുകയും അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ പറയും ചെയ്തു. നിങ്ങൾ കട്ടുവെച്ചതാ. ഇതന്നല്ലേ ഞങ്ങൾ വിശദീകരിച്ച്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, അവിടെ വരുന്ന ആളുകളെ ഒറ്റയടിക്ക് തള്ളാനോ കൊള്ളാനോ ഒന്നും പറ്റൂല. കാരണം എന്താ? അവിടെ തൗബക്ക് വരെ വരും. ഒന്ന്, പ്രത്യേകിച്ച് മടവൂർ കോട്ട പോലെയുള്ള സനാതന കേന്ദ്രങ്ങളിൽ എല്ലാവരും വരും. പ്രത്യേകിച്ച് ഈ പറയപ്പെടുന്ന മൗലവിയാണെങ്കിൽ ഞാൻ അവർ ആരിഫാണ്, ബഹുമാനിയാണ്, ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് വരികയാണ്. അംഗീകരിച്ചുകൊണ്ട് വരുമ്പോൾ തങ്ങള് വരാൻ പറഞ്ഞിട്ടുണ്ടാകും, ഇവർ വന്നിട്ടുണ്ടാകും. ആദ്യമായിട്ട് വരികയാണല്ലോ. അപ്പൊ പിന്നെ ഇവിടെ പ്രശ്നം എന്താ? പിന്നെ പറഞ്ഞ് തങ്ങളുടെ നിലപാടുകൾ പലതും എനിക്ക് അനുകൂലമാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഓ, തങ്ങൾ ഇയാളുടെ നിലപാടിനോട് അനുകൂലാണോ? തങ്ങളവറുകളെ കുറിച്ച്, സയ്യിദവറുകളെ കുറിച്ച് ഈ പറയുന്ന ഈ APക്കാർക്ക് എന്തറിയാം? തങ്ങളെ പണി ഇങ്ങനെ ഓരോരുത്തരുടെ പ്രസംഗം മൊത്തം കേൾക്കുന്ന പണിയാ. തങ്ങളാ ഏതൊക്കെ പ്രസംഗം ഉണ്ടെങ്കിൽ എടുക്ക്, എന്നിട്ട് ഇയാളെ പ്രസംഗം മൊത്തം കേൾക്കുക, ബാലിഷ്ട തങ്ങളെ പണി. അതൊക്കെ ഞങ്ങളെ പണിയാണല്ലോ. അതിനല്ലേ ഞങ്ങളിവിടെ. തങ്ങളവറുകൾ ഇദ്ദേഹത്തിൻ്റെതായി കേട്ട സംഗതികൾ, അതാണ് അവിടെ വന്ന് പറഞ്ഞത്. എവിടെ വന്ന് പറഞ്ഞ്? കോട്ടയിൽ വന്ന് മുമ്പ് പറഞ്ഞില്ലേ, ഷെയ്ഖ് വേണം, ഗുരു വേണം. ഇത് വളരെ കൃത്യമായ വാക്കുകളാണ്. അതിനെക്കുറിച്ചാണ് സയ്യിദ് അവറുകൾ ആ പറയുന്നത്. ഇദ്ദേഹം തെറ്റിദ്ധരിച്ചതാണ്. ഞാനീ പറയുന്ന സംഗതിയും സൂഫിസവും ഒന്നാണ് എന്ന് തെറ്റിദ്ധരിച്ചതിൽ നിന്നാണ് തങ്ങൾ എനിക്ക് അനുകൂലമാണെന്ന് മൂപ്പർക്ക് തോന്നിപ്പോയതാണ്. സംഗതി അതാണ്. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കുക ലാസ്റ്റ് ഭാഗത്ത്. രണ്ടല്ല, പറയുന്ന ശൈലിയിൽ വ്യത്യാസം ഉണ്ടാകാം. ഒരുപക്ഷെ അകമ്പൊരുൾ പറയുന്നത് ഒരു നവോത്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു റിഫോർമേഷന്റെ ശബ്ദത്തിലായിരിക്കാം. സൂഫി കേന്ദ്രങ്ങൾ പറയുന്ന ഒരു ആധ്യാത്മികതയുടെ ഭാവത്തിലായിരിക്കാം. അത് വളരെ പതുക്കെയായിരിക്കാം, നമ്മൾ കുറച്ച് ഉറക്കെയായിരിക്കാം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാഷയിലും ശൈലിയിലും വ്യത്യാസമുണ്ട് എന്നല്ലാതെ അകമ്പൊരുൾ ആശയങ്ങളും തസവൂഫിന്റെ ആശയങ്ങളും ഒന്ന് തന്നെയാണ്. അത് ഒരേ ധാരയിലാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ധാരണ പേച്ചുപോയത്. അദ്ദേഹം പറയുന്ന അകമ്പൊരുൾ ആശയത്തിൽ ഇപ്പൊ മടവൂർ കോട്ടയിൽ വന്നു പറഞ്ഞ ആശയം, മശായിഖ് വേണം, ഉസ്താദുമാര് പോരാ, സൂഫിയാക്കൾ മഹാന്മാരാണ്, ഇതൊക്കെ ആശയങ്ങളാണ്. ഈ ആശയങ്ങളൊക്കെ എല്ലാവരും അംഗീകരിക്കുന്നതാണ് എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിൻ്റെതായ ഗവേഷണങ്ങളിൽ കണ്ടെത്തിയ ആശയങ്ങൾ അത് സൂഫി ആശയങ്ങളല്ല, അത് ഒന്നാണ് എന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് തങ്ങളും ഇത് അംഗീകരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു പോയത്. അത് മാത്രം എടുത്തിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയണ്ട. തങ്ങളെ നിലപാടും ഞങ്ങളെ നിലപാടും എന്ന് പറഞ്ഞാൽ നമ്മളൊന്നാണ്. തങ്ങൾ നമ്മളെ നേതാവാണല്ലോ. ജാവിയത്തു സൂഫിയന്റെ നിലപാടും മഹാനരായ സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങളുടെ നിലപാടൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നിലപാടാണ്. ചുരുക്കി പറഞ്ഞ ശംസുൽ ഉലമയുടെ നിലപാടാണ്. അത് ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ബാക്കിയോട് കേൾപ്പിച്ചു കൊടുക്ക് മംഗലാപുരത്തെ പ്രസംഗം. അപ്പൊ തങ്ങൾ അംഗീകരിച്ചുകൊണ്ടൊരാൾ വരുന്നു, ആ ആള് ഷാദുലി റാത്തീബിൽ പങ്കെടുക്കുന്നു. ഇനി മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് തമ്മിൽ ഇരുന്നിട്ട് ചർച്ച ചെയ്ത് വേണ്ട രൂപത്തിൽ ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ ഒരാള് വരുമ്പോ ആ ആള് നമ്മൾ പരിഗണിച്ചിരുത്തും, തീർച്ചയാണ്.
പ്രത്യേകിച്ച് മടവൂർ കോട്ട പോലെയുള്ള ഒരു സ്ഥലത്ത് അങ്ങനെ വന്നു. ഇനി അവരെന്താ ചെയ്യുന്നത് അത് നമ്മൾ നോക്കൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വഴിയേ വിടുള്ളൂ. അത് കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങളുടെ റൂട്ട് ശംസുൽ ഉലമയുടെ റൂട്ട്, ശംസുൽ ഉലമയുടെ വഴി. ശംസുൽ ഉലമ എന്തെല്ലാം കാര്യങ്ങൾ അംഗീകരിച്ചുവോ അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. ശംസുൽ ഉലമ എന്തെല്ലാം കാര്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു അത് ഞങ്ങൾ തള്ളിക്കളയുന്നു. ഇതാണ് ഞങ്ങളുടെ നിലപാട്. അപ്പൊ അതിനപ്പുറം ഒരു വാദം മുസ്തഫ മൗലവിക്കുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. അങ്ങനെയുള്ള പേരോണ്ട വാദം മുതൽ ഇങ്ങനെയുള്ള ഒരു സംഭവമായും സാവിയത്ത് സൂഫിയക്ക് ഒരു ബന്ധവുമില്ല. ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ ശംസുൽ ഉലമയുടെ വഴിയാണ് നമ്മുടെ വഴി. എത്ര കൃത്യമാണ് നമ്മുടെ ആ വിഷയം. മടവൂർ കോട്ടയിൽ ആർക്കും വരാം. ഈ പറഞ്ഞ മൗലവി വന്നത് വിശ്വസിച്ചുകൊണ്ടാണ്. തങ്ങളിൽ വിശ്വസിച്ചു വന്നപ്പോൾ തങ്ങൾ സ്വീകരിച്ചു. തങ്ങൾ മൂപ്പരെ ഇരുത്തിയിട്ടും തങ്ങളെ നിലപാടാ പറയുന്നു. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇറക്കാൻ പാടില്ല എന്നുള്ള ഹദീസായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് മൂപ്പര് വന്നപ്പോൾ. അത് തുടർന്ന് പറഞ്ഞു. ആ ഹദീസ് സ്വീകരിക്കാത്തവൻ കാഫിറാണെന്ന് വരെ തങ്ങൾ പറയുന്നുണ്ട്. തങ്ങളെ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ നിലപാടും നമ്മുടെ നിലപാടും ശംസുൽ ഉലമയുടെ നിലപാടാണ്, വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നിലപാടാണ്, അയിമ്മത്തിന്റെ നിലപാടാണ്, മശായിഖിന്റെ നിലപാടാണ്. ആ നിലപാടിനോട് യോജിച്ച് മുസ്തഫ മൗലവി പറഞ്ഞാൽ അത് നമ്മുടെയും ആശയമാണെന്ന് പറയാം, മശായിഖ് വേണമെന്ന ആശയം പോലെ. അതേ സമയത്ത് മുൻഗാമികൾ പഠിപ്പിക്കാത്ത, ശംസുൽ ഉലമ പഠിപ്പിക്കാത്ത ഒരാശയം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അതും നമ്മളായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, തങ്ങളങ്ങൾ അംഗീകരിച്ച സ്ഥിതിക്ക് ഇനി ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം. ഇത് ഞങ്ങൾ നേരെ സംസാരിച്ചതാ. അപ്പൊ അദ്ദേഹം ആകട്ടെ ചർച്ച ചെയ്യാമെന്നും പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ ആശയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളെ വഴി, നമുക്ക് നമ്മുടെ വഴി. അതിൻ്റെ അപ്പുറത്ത് എന്താ ഉള്ളത്? വളരെ കൃത്യമല്ലേ? അപ്പൊ ശംസുൽ ഉലമയുടെ നേരെ വഴിയുണ്ട് ഇവിടെ, ഒരു മാതൃക. ആ മാതൃകയിൽ നിന്ന് എന്തൊക്കെ പിഴച്ചുപോയോ അതിനൊന്നും സയ്യിദ് അവറുകളോ ഞങ്ങളോ ഒരു അംഗീകാരവും കൊടുക്കില്ല. അദ്ദേഹം അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ടുവന്നൊരു സംഭവമാണ്. തങ്ങൾക്കതായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ വഴി ശംസുൽ ഉലമയുടെ വഴിയാണ്. ഇത് വളരെ കൃത്യമായി എന്ന് നമുക്ക് പറയാണ്ട. മൂപ്പരോട് നമ്മൾ പറഞ്ഞാണ്, മൂപ്പര് ചർച്ച ചെയ്യാമെന്നും പറഞ്ഞതാണ്. ചർച്ച ചെയ്യാൻ ഇനിയും അവസരങ്ങൾ ഉണ്ട് താനും. ചർച്ചയിൽ പരിഹരിക്കുകയാണ് ഞങ്ങൾക്ക് നന്നാവും ചെയ്യാം. നിങ്ങളെപ്പോലെ വാശിയില്ലാത്ത ആളാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യുന്നതിന് എന്താ കുഴപ്പം? ചർച്ചയിൽ വീണ്ടും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ശരിയല്ലെന്ന് പറയും. ഇപ്പൊ സൂഫി ബോർഡ് വന്നപ്പോൾ ക്ലിപ്പിട്ടാൽ ശരിയല്ല എന്ന് നമ്മളല്ലേ മറുപടി പറഞ്ഞത്. നമുക്ക് ഒറ്റപ്പെടുത്തേ ഉള്ളൂ, അത് ശംസുൽ ഉലമയുടെ മാർഗ്ഗമാണ്. അപ്പൊ വളരെ കൃത്യം ഈ മറുപടി അന്ന് എന്താണോ ഞങ്ങൾ പറഞ്ഞത് അത് തന്നെയാണ് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞതും. മാത്രമല്ല, അയാൾ ഒരു വെടിയും കൂടി പൊട്ടിച്ചു. അയാൾ പറഞ്ഞു, പിന്നെ ഇതൊക്കെ എന്തുകൊണ്ട് കാന്തപുരം വിഭാഗം എടുത്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ഓലെടുത്ത് വേറൊന്നും പറയാനില്ലാഞ്ഞിട്ടാണ്. അത് മുസ്തഫ മൗലവി പറയുന്നുണ്ട്. ശരിക്ക് മുട്ടൻ പണി കൊടുക്കാൻ ഓൽക്കാ കൊടുത്ത് അതാണ് എടുത്ത്. അത് ഈ മദനി ഇബിലീസിൽ കിടന്ന് തിരിഞ്ഞിട്ട് ഓന് തിരിയാതെ പോയതാ. അതൊന്ന് കേൾപ്പിച്ചു കൊടുക്ക്. മാത്രമുള്ളത്, അതായത് നൗഷാദ് ഹസനിയെ അടിക്കാനുള്ള വടി തെരഞ്ഞെടുക്കുകയാണ് ഈ കൂട്ടരെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ കിട്ടിയൊരു വടിയാണ് ഞാൻ അവിടെ സന്ദർശിച്ചു എന്നുള്ളത്. അത് വെച്ച് അവർ അലക്കുകയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തെ എതിർക്കുന്നവരുടെ ആശയപരമായ ദാരിദ്ര്യം അത്രയും ഭീകരമാണ് എന്നുള്ളതാണ്. അതായത് പറഞ്ഞൊരു സത്യമാണ്. നമ്മളെ നേരിട്ട് എതിർക്കാൻ ഒരു സംഗതിയുമില്ല. ഒന്നിനായ ശൈഖുന ഇവിടെ എന്നും മജ്ലിസിൽ പറയേണ്ടതൊക്കെ പറയുന്നു, നമ്മളെന്നും പ്രസംഗിക്കണം. എന്നിട്ട് പോലും നമുക്ക് നേർക്ക് നേരെ പറയാൻ ഒരു സംഭവം ഇവരുടെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് നമ്മളെടുത്ത് വരുന്ന ആള്, മടവൂർ കോട്ടയിൽ വന്ന ഒരാളുടെ ആശയം അത് നമ്മളുടേതാണ് എന്ന് പറയണം. നിങ്ങളെ കഥ എന്താ ചങ്ങായിമാരെ? അയാൾ പറഞ്ഞ ഒറ്റ ആശയം ഞങ്ങളുടേതുള്ളൂ. അതേതാ? മശായിഖ് വേണം, യഹിയൽ ബുഖാരി ആരിഫീങ്ങളിൽപ്പെട്ട ആളാണ്, മഹാനാണ്. ഇത് ഞങ്ങളൊക്കെ ഒന്നായ അഭിപ്രായം. അതിൻ്റെ അപ്പുറം ഉണ്ടെങ്കിൽ അതായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല, തങ്ങളവറുകൾക്കും ബന്ധമില്ല. ഇത്രയല്ലേ ഉള്ളൂ. പൈല് വന്നത് എന്തിനാന്നല്ല ചോദ്യം. അത് അംഗീകരിച്ച് വന്നതാണ്. അംഗീകരിച്ചവർക്ക് വരാലോ, അല്ലാത്തവർക്ക് വരാം. അവിടെ കഴിഞ്ഞത് വളരെ സിമ്പിളാണ്. പക്ഷെ അതൊന്നല്ല, ഇനിയാണ് വെടി വരാൻ പോണത്. ഇനിയാണ് അങ്ങോട്ട് വെടി വരാൻ പോണത്.
അല്ല, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ വിശദീകരിച്ചൊക്കെ റെഡിയാണ്. ഈ മുസ്തഫ മൗലവി നിങ്ങളുടെ കേന്ദ്രത്തിൽ വന്നിട്ടില്ലേ? നിങ്ങൾ ചായ കൊടുത്ത് സ്വീകരിച്ചിട്ടില്ലേ? അതും റമദാൻ മാസത്തിൽ. റമദാൻ മാസത്തിൽ വന്നു. മുസ്തഫ മൗലവി മാത്രമല്ല വന്ന്, ഇറാനിൽ നിന്നുള്ള സംഘം, പണ്ട് ബാലുശ്ശേരി പറഞ്ഞ അതാ ഓർമ്മ വരുന്നുണ്ട്, ഇറാനിൽ നിന്നുള്ള സംഘവുമായി നോളേജ് സിറ്റിയിൽ മുസ്തഫ മൗലവി വന്നല്ലോ. അപ്പൊ എന്താ മൂപ്പർക്ക് കുഫ്രിയത്ത് അവിടെ പ്രശ്നമല്ലേ? ഞങ്ങൾക്കെതിരെ വരുമ്പോ ഞങ്ങളവിടെ അംഗീകരിച്ചാ വന്ന്, ബാക്കി ശരിയാക്കാന്ന് നമ്മൾ പറഞ്ഞു. നിങ്ങൾ വന്ന് ബിസിനസ് ആവശ്യത്തിനാ വന്നത്, മനസ്സിലായോ? എങ്ങനെ നിങ്ങൾക്ക് മുസ്തഫ മൗലവിനോ തബ്ലീഗുകാർ വന്നില്ലേ? അതേപോലെ തന്നെ ഇവർ വന്നില്ലേ? ഇവർ വന്നു എന്ന് മുസ്തഫ മൗലവി തന്നെ പറയാൻ പോവാണ്. ഞങ്ങൾ നോളേജ് സിറ്റിയിൽ പോയ കഥ മുസ്തഫ മൗലവി തന്നെ പറയും. ഞങ്ങൾ സൂഫി ബോർഡ് പറഞ്ഞപ്പോൾ അന്ന് പറഞ്ഞു നിങ്ങളെ തലയിൽ വരും. ഏതൊക്കെ വാദങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ ലാസ്റ്റ് നിങ്ങളെ തലയിലാത്തുക. ഇതും തുടങ്ങിയിട്ടുള്ളൂ, ബാക്കി പറയാണ്ട്. ബാക്കി ഞങ്ങൾക്ക് പറയാണ്ട് ഇന്നൊരു ചെറിയ ഡോസ് മുസ്തഫ മൗലവിയുടെ ഏറ്റവും പുതിയ പ്രസ്താവന. എന്തിനാ നിങ്ങൾ അഹ്സനിൻ ടീമിനും പറഞ്ഞ് ഞാൻ ആദ്യം വന്ന് നിങ്ങളെ ഇരുത്തല്ലേ? എങ്ങനെയുണ്ട്? കേട്ടോക്കി. ഞാനൊന്നും പറയണില്ല, ആള് പറഞ്ഞോട്ടെ. ഞാന് കാസർഗോഡ് യഹ്യൽ ബുഖാരി തങ്ങളെ സന്ദർശിച്ചതിൽ ഇത്ര വലിയ ഹാലിളക്കവും ഗോളിളക്കവും ഒക്കെ ഉണ്ടാക്കാൻ അവർക്ക് എന്തർഹതയാണ് ഉള്ളത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഞാൻ നോളജ് സിറ്റിയിൽ 2 വർഷം മുമ്പ്, ഈ റമദാനിന്റെ മുമ്പത്തെ റമദാനില് ഇറാനിൽ നിന്ന് വന്ന 3 അംഗ പ്രതിനിധി സംഘവുമായിട്ട് മുൻകൂട്ടി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോയി അദ്ദേഹത്തെ കാണുകയും അദ്ദേഹം അവിടെ ഇത്തിക്കാഫ് ഇരിക്കുന്ന സമയമായിരുന്നു അത്. അപ്പൊ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. വളരെ ദീർഘമായി അവിടെ പള്ളിയിൽ വെച്ച് സംസാരിക്കുകയും ചെയ്തു. ഒരുപാട് ആളുകൾ സാക്ഷിയാണ് അതിന്. എന്ന് മാത്രമല്ല, ഇറാനിൽ നിന്ന് വന്ന സംഘം അദ്ദേഹത്തിന് ഗിഫ്റ്റ് നൽകുകയും പിന്നെ ആശയവിനിമയം നടത്തുകയൊക്കെ ചെയ്തു. അതൊക്കെ മറന്നുകൊണ്ട് ഞാൻ യഹ്യൽ ബുഖാരി തങ്ങളെ സന്ദർശിച്ചത് എന്തോ ഒരു മഹാപരാധമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് അവര്. യഥാർത്ഥത്തിൽ ഞാൻ എല്ലാ കേന്ദ്രങ്ങളും മർക്കസ് സന്ദർശിച്ചിട്ടുണ്ട്. ഞാൻ കേരളത്തിലെ ഇത്തരത്തിലുള്ള വൈജ്ഞാനിക കേന്ദ്രങ്ങൾ ഒക്കെ ഞാൻ സന്ദർശിക്കാറുണ്ട്. ഇറാനിൽ നിന്നുള്ള പ്രതിനിധി സംഘം വന്നപ്പോൾ ഞാൻ അവരെയും കൂട്ടി അവിടെ പോയി. അദ്ദേഹത്തെ മുൻകൂട്ടി അറിയിച്ചിട്ടാ പോയത്. ചാക്കിൽ പൈസ ഉണ്ടോ എന്ന് വേറെ നോക്കണ്ടോ? ബാലുശ്ശേരി പറഞ്ഞ ഇറാനിൽ നിന്ന് ചാക്കിലാണ് പൈസ ഉണ്ട് എന്ന് അവൻ പറഞ്ഞു. എന്തായിപ്പോ? ഉരുവട്ടൂര് തേരെ മുമ്പിൽ വന്നില്ല, ഉറപ്പല്ലേ? നമ്മളെടുത്ത് വന്നില്ല എന്ന് ആളെന്നെ പറഞ്ഞു. എന്നാ കഴിഞ്ഞ റമദാനല്ല, അതിൻ്റെ മുമ്പത്തെ റമദാനിൽ നോളേജ് സിറ്റിയിൽ പോയിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഇറാൻ സംഘം കൂടെയുണ്ട്, ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പിരിഞ്ഞു പോയിക്കോലിട്ടോ ഏൽപ്പിക്കാരെ, കിട്ടാളെ കിട്ടി. അത് തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ ബാക്കി തെളിവൊക്കെ ഉണ്ട്, ഒക്കെ കൊണ്ടുവരാൻ നിങ്ങൾക്ക്. ചെറിയ ഡോസാ, ഫസ്റ്റ് ഡോസാണ്. നിങ്ങൾ എന്തിനാ ഓരോന്ന് തുടങ്ങാൻ പോണത്? ലാസ്റ്റ് നിങ്ങൾ തന്നെ കുടുങ്ങുകയുമാണ്.